നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അറിയാം, വയനാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എല്ലാവരും സുഖമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നെനിക്കറിയാം. എങ്കിലും കുറേയൊക്കെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. വീണ്ടും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സെക്യൂർ ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക. മഴയൊക്കെയാണ്, ഇപ്പോൾ വൈറൽ ഫീവറൊക്കെ വീണ്ടും പടർന്നുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ റിപ്പീറ്റഡ്ലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യണം എന്ന് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിക്സിൻ്റെ ഗ്ലോ ടോണിക് ഉണ്ടല്ലോ, അതിൻ്റെ റിവ്യൂ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഇത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ടോണേഴ്സൊക്കെ യൂസ് ചെയ്തില്ലേ, അതുപോലെ തന്നെയുള്ളൊരു ടോണറാണ്. പക്ഷേ ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ടോണറാണ്. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് ഡെഡ് സെൽസ് വരാറുണ്ടല്ലേ. ഈ ഡെഡ് സ്കിന്നൊക്കെ കുറേ കഴിയുമ്പോൾ അത് നോർമലി തന്നെ അത് പീൽ ഓഫ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ ചിലതൊക്കെ അങ്ങനെ പീൽ ഓഫ് ചെയ്ത് പോവാറില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ സ്ക്രബൊക്കെ യൂസ് ചെയ്യണം. അതായത് ഫേസ് സ്ക്രബൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് കളയാറുണ്ട്. AHA BHA സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ AHA BHA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസ് നമ്മൾ കളയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡെഡ് സെൽസ് ഇരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഭയങ്കര ഡള്ളായിട്ട് തോന്നാറുണ്ട്. ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ പാച്ചസ് പോലൊക്കെ വരാറുണ്ട്. പിന്നെ ചെറിയ ഒരു എന്താ ഒരു ഈവൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോണോ അങ്ങനെ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര ഒരു വൃത്തിക്കൊന്നും ഇരിക്കാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൊരിഞ്ഞളവുക അങ്ങനെയൊക്കെ ഒരു രീതിയിലിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രബ്, എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സ്, എക്സ്ഫോളിയേറ്ററൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ സ്കിന്ന് ഇപ്പോൾ പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് പിമ്പിൾസ് ഉള്ളൊരു ടൈമാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മുഖത്ത് ഈ സ്ക്രബ് ഉണ്ടല്ലോ, സ്ക്രബ്ബേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ചെറിയ ചെറിയ തരി പോലെ വരുന്ന ക്രീം പോലൊക്കെ വരുന്ന സംഭവങ്ങൾ നമ്മൾ മുഖത്തിട്ടിട്ട് ഈ പിമ്പിൾസിൻ്റെ മണ്ടയിൽ കൂടെ സ്ക്രബ് ചെയ്യുന്നൊരു കാര്യം ചെയ്യാൻ പാടില്ല. അതായത് അത് വീണ്ടും പിമ്പിൾസിനെ ഇറിറ്റേറ്റ് ചെയ്ത് അത് പൊട്ടി മാർക്സ് ഉണ്ടാവത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ എക്സ്ഫോളിയേറ്റിംഗ് ടോണർ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്ലോ ടോണിക് ആണ്. അതായത് ഒരു 5% ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 5% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. അത് തന്നെ ഒരു എക്സ്ഫോളിയേറ്റർ ആണ് കേട്ടോ. ഇത് നമ്മളൊരു ടോണറായിട്ട് യൂസ് ചെയ്യുന്നെങ്കിലും നമ്മളിത് ഡെയിലി നമ്മുടെ മുഖത്ത് ഈ റോസ് വാട്ടർ അങ്ങനത്തെ ഉള്ള മറ്റേ ഗ്രീൻ ടീ ടോണർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കണക്ക് നമ്മളിത് യൂസ് ചെയ്തത്. കാരണം ഇതൊരു എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഭയങ്കര ഡ്രൈ ആവാനും കൂടുതൽ ഇറിറ്റേഷൻ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതേ കൂടുതൽ ഈ ഒരു ടോണർ നമ്മൾ മുഖത്തിടരുത്. കാരണം നമ്മളുടെ ഡെഡ് സ്കിന്നിനെ കളഞ്ഞിട്ട് നല്ലൊരു എക്സ്ഫോളിയേഷൻ തരുകയാണ് നമുക്കിത് ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ പീൽ ഓഫായി പോകുന്തോറും നമുക്ക് ഡ്രൈ ആവത്തേ ഉള്ളൂ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കും. നമ്മൾ നോർമൽ ടോണേഴ്സൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ ഡേയിലോ നൈറ്റിലോ എപ്പോഴെങ്കിലും നമ്മൾ ഈ ടോണറിന് പകരം ഇത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ സെറമാണ് ഇടുന്നെങ്കിൽ സെറം ഇടുക, അല്ലെങ്കിൽ ഇനി മോയ്സ്ചറൈസറാണ് ഇടുന്നെങ്കിൽ അതിടുക. നോർമൽ തന്നെയല്ല, അങ്ങനെ ചെയ്താൽ മതി. ഇത് നമ്മൾ ഇട്ടിട്ട് കഴുകിക്കളയേണ്ട ഒരു സാധനമല്ല കേട്ടോ. ഇതിട്ടിട്ട് അങ്ങനെ ഇടുക. അതായത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു മോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ ഇതേ കുറച്ചിങ്ങനെ ഒന്ന് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് തേച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ പഞ്ഞിയിൽ വേണമെങ്കിൽ തേച്ചിട്ടും ഇടാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ആ മുഖത്തങ്ങ് വെക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ വൈകിട്ട് വരെ നമ്മുടെ മുഖം കഴുകുന്നത് വരെ അത് ഞാൻ കളയാറില്ല. ഇതിന് ആ ഒരു ടോണർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു ടോണർ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ സെറം ഇടും. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടും. നോർമൽ ടോണേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം ഇത് ഒരു ആസിഡ് ആണല്ലോ. അപ്പോൾ ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അധികം പെട്ടെന്ന് സ്കിന്നിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണല്ലോ സ്കിന്നിന്. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം എടുക്കുക. ഒരു 2-3 ആഴ്ചത്തേക്ക് വരെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം യൂസ് ചെയ്യുക. പിന്നീട് ഒരു 2 ആഴ്ച, അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു 3 ദിവസം, അതിൽ കൂടുതൽ പോകണ്ട കേട്ടോ. ഡെയിലി ഇത് എത്രയെന്ന് പറഞ്ഞാലും നിങ്ങൾ യൂസ് ചെയ്യരുത്. നോർമൽ നിങ്ങളിത് സ്കിന്നിൽ നിങ്ങളിത് കൊടുത്ത് ഇതൊന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൽ കൂടുതൽ ഇത് കൊടുക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഡേ ടൈമിലാണ് നിങ്ങൾ ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ നിങ്ങൾ ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യാണ് സ്കിന്ന്. അപ്പോൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് ടാൻ വരാനായിട്ട് ഈ ഒരു സ്കിന്ന് ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമിൽ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഉള്ളൊരു സൺസ്ക്രീൻ ഡേ ടൈമിലാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ നൈറ്റ് ടൈമിൽ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ സി കമ്പൈൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെറമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രീമിലോ വൈറ്റമിൻ സി വരുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം അന്നൊരു ദിവസത്തേക്ക് നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു ദിവസത്തേക്ക് മാത്രം അതൊന്ന് സ്കിപ്പ് ചെയ്യുക. കാരണം അതിൻ്റെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇത് കുറയ്ക്കും. കാരണം ഇതൊരു ടോണറാണല്ലോ, ആസിഡാണ്, ഗ്ലൈക്കോളിക് ആസിഡ് ആയതുകൊണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആലുവേറ ജെല്ല് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയത് കേട്ടോ. ഓക്കെ, ആലുവേറ ജെൽ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജെന്റലി എക്സ്ഫോളിയേറ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് റിവീൽ ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. ഇതിൽ പിന്നെ മെയിനായിട്ടുള്ളത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. പിന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിനുള്ളൊരു ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതായത് ഇത് ഒരു 100 ml തന്നെ 1500-1600 രൂപ റേറ്റിൽ വരും കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങി എനിക്ക് പണി കിട്ടിയതാണ്. കാരണം എനിക്ക് വേറെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ പിക്സി ടോണറാണ് വന്നത്. അതൊരു എഫക്റ്റും ഇല്ലായിരുന്നു, എൻ്റെ കാശും പോയി, ഞാനത് വെറുതെ കളയേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് അറിയാവുന്നത് ഒന്നെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വാങ്ങിയത് നൈക്കയിൽ നിന്നാണ്. നൈക്കേൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നൈക്കയിൽ നിന്ന് പറ്റുകയാണെങ്കിൽ ഇത് വാങ്ങുക. ഇതും ഞാൻ കുറേ നാളിങ്ങനെ പരിധി അല്ലെങ്കിൽ വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലിരുന്നിട്ട് വാങ്ങിയ സാധനമായിട്ട്. കാരണം മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതേ അല്ല, കുറച്ച് എക്സ്പെൻസ് ആണ്. ഒരു ടോണറിന് 1500 രൂപയ്ക്ക് കൊടുക്കണോ എന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഡീസൻറ്റ് പ്രോഡക്റ്റാണ്. പിന്നെ നമുക്കുള്ള പിമ്പിൾസൊക്കെ റെഡ്യൂസ് ആവാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് മാർക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് പോകാനും ഡ്രൈ സ്കിൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ ഫേസിന് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഈ പീരീഡ്സ് ഒക്കെ ടൈമിൽ 1-2 ആക്നീസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വരത്തില്ലേ, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ തന്നെ ഈ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പിമ്പിൾസൊക്കെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതുണ്ട്. അത് പിമ്പിൾസ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് എന്ന് കരുതി ഒരുപാട് അങ്ങോട്ട് പിമ്പിൾസ് ഉള്ളവർ ഇത് യൂസ് ചെയ്യരുത്. ഇപ്പോൾ ചെറുത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഡ്രൈ ഔട്ടായി പെട്ടെന്ന് പോകും കേട്ടോ. അതിലൂടെ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, പിമ്പിൾസൊക്കെ പോകുന്നു, ഡെഡ് സ്കിന്നൊക്കെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈനെസ് മാറുന്നു, ആ പോർസൊക്കെ അപ്പുറത്തേക്ക് തന്നെ ചെറുതായിട്ട് മിനിമൈസ് ആവാൻ തുടങ്ങും. അതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ സ്കിന്നിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും 1500 രൂപയ്ക്കുള്ള സാധനം ഇതുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. സ്കിന്നിന് നല്ല ഗ്ലോ വരാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങളിതെന്തായാലും യൂസ് ചെയ്തോ. പിന്നെ നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ലെയർ ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് ഇട്ടിട്ട് ഓരോ സാധനങ്ങളിൽ ലെയറപ്പ് കൊടുക്കാതിരിക്കുക. കാരണം ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയമൊക്കെ ബെറ്ററായിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഞായറാഴ്ച ഒരു ദിവസം നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം മെയിനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് സണ്ണിലേക്ക്
പോവാതിരിക്കുക, അതായത് സൺലൈറ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ പോവാതിരിക്കുക ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണം, എന്തെങ്കിലും ഒരു ക്രീംസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും അതിനൊക്കെ റിപ്ലൈ തരും കേട്ടോ. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയതായിട്ട് ഇടുന്ന കമൻറ്റ്സ് ആണെങ്കിൽ അത് ഓക്കെ, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ റിപ്ലൈ തരും. പക്ഷേ എനിക്ക് ചില കമൻറ്റ്സ് ആ റിപ്ലൈൻ്റെ താഴെ റിപ്ലൈ ആയിട്ട് വരുന്ന കമൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചിലത് ഞാൻ വിട്ടുപോകാറുണ്ട് കേട്ടോ. കാരണം അതെനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതങ്ങ് അടിയിൽ പോകാറുള്ളത്. അങ്ങനെയുള്ള കമൻസിനൊക്കെ മാത്രമാണ് ഞാൻ ചിലതിന് റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ സോറി ചോദിക്കുന്നു. കാരണം ഞാൻ ആ കമൻസ് ഞാൻ വിട്ടുപോകുന്നതാണ്. കാരണം എനിക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത് അങ്ങനെ, അതായത് കമൻറ്റിന് റിപ്ലൈ വരുന്നത് ചിലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അതങ്ങ് വിട്ടുപോകും. പിന്നെ റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും തിരക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതങ്ങ് പോവും. അതുകൊണ്ടാണ് അതിന് റിപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാക്സിമം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.